മാന്യ പ്രേക്ഷകരെ നമസ്കാരം. വീണ്ടും ചൊറിയാതെ വയ്യ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇടയ്ക്കിടെ ഓരോ ദിവസങ്ങൾ മുങ്ങുന്നത് ഉണ്ട് എന്ന് ആരും കരുതേണ്ട. അത് ചില നെറ്റ് ഉണ്ടായിരിക്കില്ല. ഇന്ന് തന്നെ നെറ്റ് കുറച്ച് വീക്കാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഈ ലൈവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കാണാൻ പറ്റുമെന്നുള്ളത് സംശയം തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പറ്റുന്ന സമയത്തെല്ലാം ചൊറിയുന്ന സബ്ജക്റ്റുകളുമായി ചൊറിയാതിരിക്കാൻ പറ്റാത്ത സബ്ജക്റ്റുകളുമായി രംഗത്ത് വരും. കാരണം ഓരോ ദിവസം വലിച്ചു നീട്ടി ചൊറിഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് സബ്ജക്റ്റുകൾ ഉള്ളത് കൂടി നോക്കിയത് കൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് മിസ്സിംഗ് വരുന്നത്. വേറെ കാര്യമാണ്. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചൊറിയാതെ വയ്യ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടീച്ചർ, ഇന്നിപ്പോ എനിക്ക് ആദ്യം തന്നെ ഞാനൊരു വിശ്വാസിയാണോ അതല്ലെങ്കിൽ യുക്തിവാദിയാണോ എന്നുള്ള രണ്ട് ഭാഗം മാറ്റി വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുകയാണെങ്കിൽ, ഇന്ന് എന്റെ ലൈഫിൽ എനിക്ക് വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം, അത് എന്റെ വിശ്വാസത്തെ ഹനിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയും അത് സമദൂരത്തോടു കൂടി കാണാത്തതിലുള്ളൊരു അത് ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പങ്കുവെച്ചിട്ട് ടീച്ചറിലേക്ക് വരാമെന്ന് കരുതുന്നു. ടീച്ചറെ, ഇന്ന് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന എസൻസ് ഒരു ആധികാരിക പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി. അയാൾ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ടാണ് ആ ഒരു വലിയ ശുദ്ധ, എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, തമ്മാടിത്തരം ചെയ്തത്. അയാൾ കൃത്യമായിട്ട് ഹിന്ദു സമൂഹത്തിനെതിരെ അയാൾ എന്ത് പറഞ്ഞാലും നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, അത് കുഴപ്പമില്ല. കാരണം ഞാനൊരു കൃത്യമായിട്ട് സഹിഷ്ണുതയുള്ള ആള് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്തിനേയും സഹിഷ്ണുതയോടെ കാണാൻ പറ്റും. പക്ഷെ അത് മറ്റൊരു വിഭാഗത്തെ സേഫ് സോണിൽ നിർത്തിക്കൊണ്ട് ചാഞ്ഞു കിടക്കുന്ന മരത്തിന് മേലേക്ക് ഓടിപ്പാഞ്ഞു കയറാൻ ആർക്കും എല്ലാത്തിനും സുഖമാണ് എന്നുള്ള ആ രീതിയിൽ കാണിക്കുന്ന ഒരു വ്യക്തിയോട് അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രതിഷേധിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, അത് ചെറിയൊരു വീഡിയോ ഞാനിവിടെ, അതിന്റെ ഓഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. മാന്യ പ്രേക്ഷകർ അതൊന്ന് കേൾക്കുക. കേൾക്കാത്തവരും ഉണ്ടായിരിക്കാം. അവർക്ക് വേണ്ടി ഞാനൊരു 1 മിനിറ്റുള്ള ഓഡിയോ ആണെന്ന് കേട്ട് നോക്കാം. ഭീമൻ ചെന്നിട്ട് ദുര്യോധനന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, നിനക്കോ സ്ഥലമോ ഓടാന്ന് പറഞ്ഞു. അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും. ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ഇങ്ങനെ അവനുമായിട്ട് അടി ഉണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലിച്ചനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു. ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി എറിഞ്ഞു. കൃപാചാരി വന്നിച്ച് പറഞ്ഞു, ഈ വല്യപ്പൻ കാരണവരെയാണോടാ നീ കല്ല് പെറുക്കി എറിഞ്ഞെന്ന് ചോദിച്ചു പിടിച്ചിട്ട് 2 അടിയും കുറിച്ചിട്ടു. ഇവന് 10-12 വയസ്സേ ഉള്ളൂ അഭിമന്യുവിന്. അത് കണ്ടപ്പോഴത്തേക്കും ഈ 12 വയസ്സേ ഉള്ളെങ്കിലും അവൻ അളിയനുണ്ട്, ഉത്തരൻ. ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല, അവന്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നത്. അപ്പം ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടി. അവര് കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പെട്ടിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി. ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു, വേണ്ട, നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട, വേറെ ഏതെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു. അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു. ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത. നോക്കൂ, ശ്രീകൃഷ്ണൻ വിളിച്ച പച്ചത്തെറിയുടെ പേരാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞത് ഈ ചങ്ങാതി. ആ ഭഗവത്ഗീതയാണ് അഭിമാനത്തോടു കൂടിയെങ്കിൽ എനിക്ക് പറയാനുള്ളത്. സൗദി അറേബ്യ എന്ന് പറയുന്ന ഈ ലോക മുസ്ലിമുകളുടെ ഏറ്റവും പുണ്യ രാജ്യമായിട്ടുള്ള സൗദി അറേബ്യ, അവരുടെ വരാനിരിക്കുന്ന പുതുതലമുറയുടെ കുഞ്ഞുമക്കളുടെ പാഠ്യവിഷയത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് ഒരു അഭിമാനിയായി തന്നെയുള്ള ഒരു ഭാരതീയൻ, ആ ഭാരത സംസ്കാരത്തിൽ ആ ഒരു അഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ടോമി സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അയർലൻഡിൽ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ട് ഈ പറയുന്ന എല്ലാ മതങ്ങളുടെയും ദേഹത്തോട്ട് കയറിക്കോട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കയറുകയാണെങ്കിൽ തുല്യമായി എല്ലാ മതങ്ങളിലേക്കും കയറണം. അതല്ലെങ്കിൽ അയാൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ക്രിസ്ത്യൻ മതത്തിൽ, ഇപ്പൊ നമുക്കറിയാം ജാമിദ ടീച്ചർ ഏറ്റവും കൂടുതൽ ഇവിടെ വിമർശിക്കുന്നത് ആരെയാണ് എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. കൃത്യമായിട്ടും ഇസ്ലാം എന്ന് പറയുന്ന ആ കമ്മ്യൂണിറ്റി, അവരുടെ ആ മതത്തിന്റെ ഉള്ളിലുള്ള ഒരുപാട് പുറത്ത് കൊണ്ടുവരേണ്ട വസ്തുതകൾ, അത് തന്നെയാണ് ടീച്ചറോട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. കാരണം ടീച്ചർ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളത് അത് തന്നെയാണെന്ന് പറയാം. അതേപോലെ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഒരു കിതാബുണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ബൈബിൾ. ആ ബൈബിളിൽ കൃത്യമായിട്ടുള്ള ഒരുപാട് മാനുഷിക അതല്ലെങ്കിൽ അമാനുഷിക കാര്യങ്ങൾ, അതല്ലെങ്കിൽ ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വസ്തുതകൾ, ഇതൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് വിളിച്ചു പറയാം. അദ്ദേഹം ജനിച്ചു വളർന്ന കമ്മ്യൂണിറ്റിയെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു പടവാളുമായിട്ട് രംഗത്തിറങ്ങാം. അതിനെ ടീച്ചറെ പോലെ തന്നെ നമ്മൾ 2 കൈ നീട്ടി നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഇത് ഏകപക്ഷീയമായിട്ട് ചാഞ്ഞു കിടക്കുന്ന മരത്തിന് മീതെ പാഞ്ഞു കയറുക എന്ന സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഹൈന്ദവർക്കെതിരെ ഹിന്ദു ത്തിനെതിരെ എന്തും പറയാമെന്ന് പറയുന്ന ഇവിടെ നമ്മുടെ ഇസ്ലാമിക ചിന്തയോടുകൂടി ഇവിടെ വല്ലാതെ ഒരു വൺ സൈഡ് മതേതരത്വം കാണിക്കുന്ന സാംസ്കാരിക നായകന്മാരെയും ഈ ഇടതുപക്ഷത്തെയും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് തന്നെ പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷമം കൂടി ടീച്ചറെ ഞാനിവിടെ രേഖപ്പെടുത്തി എന്നുള്ളതോ നമ്മുടെ ഈ ചൊറിയാതെ വയ്യയിൽ പറഞ്ഞതിൽ മാന്യ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ പറയുക. ടീച്ചർ, എങ്ങനെയാണ് പുതിയ വിശേഷങ്ങളും പുതിയ വാർത്തകളും ചൊറിയലുകളും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? വളരെ നല്ലത്, നന്നായി പോകുന്നു. എല്ലാ ഓരോ മാന്യ പ്രേക്ഷകർക്കും ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം. ടോമി സെബാസ്റ്റ്യൻ എനിക്കറിയുന്ന ആളാണ്, എനിക്കറിയാം.
പലപ്പോഴും അദ്ദേഹം യുക്തിഭദ്രമായി സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നത് അദ്ദേഹത്തോട് മാത്രം ചോദിച്ചാൽ മനസ്സിലാകുന്ന വസ്തുതയാണ്. പ്രത്യേകിച്ച് എന്താണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുത എന്ന് എനിക്കറിയില്ല. ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ച്, മഹാഭാരത യുദ്ധത്തെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ബാലരമ, അമർ ചിത്ര കഥകളിലൊക്കെ വായിച്ച ഈ ചരിത്ര അറിവുകളല്ലാതെ എനിക്കതിനെ സംബന്ധിച്ചൊന്നും അറിയില്ല. പിന്നെ ടോമി സെബാസ്റ്റ്യനെ സംബന്ധിച്ച് ഞാൻ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്നത് തന്നെ അദ്ദേഹം ഒരു പല്ലി ശാസ്ത്രത്തെ കുറിച്ച് എഴുതിയതാണ്. അത് നല്ല രൂപത്തിലുള്ള ഒരു ഇസ്ലാം മത വിമർശനമായിരുന്നു. അതായത് പല്ലി എന്താണ്, പല്ലിയുടെ മുകളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഒരു ട്രോൾ രൂപത്തിൽ നമ്മുടെ നെല്ലിന്റെ സാങ്കേതിക നാമമൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോൾ പോസ്റ്റ് എഴുതി. അതൊരു ഉസ്താദ് എടുത്തിട്ട് വിമർശിച്ചു. അതായത് ഇസ്ലാമില് ഒരു ഹദീസ് ഉണ്ട്, പല്ലിയെ ഒറ്റയടിക്ക് കൊന്നാൽ സ്വർഗം കിട്ടും, രണ്ടടിക്ക് കൊന്നാലും സ്വർഗം കിട്ടും എന്ന്, അങ്ങനെ ഒരു ട്രോൾ പോസ്റ്റ് എഴുതി. അപ്പൊ ഈ ട്രോളാണ് പിന്നീട് ഒരു ഉസ്താദ് എടുത്ത് വലിയ രൂപത്തിൽ എഴുതി. അപ്പോ ടോമി സെബാസ്റ്റ്യന് എല്ലാ മതങ്ങളെയും വിമർശിക്കാം. ടോമി സെബാസ്റ്റ്യൻ ഒരു ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് പുറത്തു വന്ന ആളായതുകൊണ്ട് ക്രിസ്ത്യൻ മതത്തെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞതില് എന്തെങ്കിലും ശരി തെറ്റുകൾ ഉണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇദ്ദേഹം ഈ പറഞ്ഞതില് ഭഗവത്ഗീത കൃഷ്ണൻ പറഞ്ഞ തെറിയാണോ, ദുര്യോധനനും ഇദ്ദേഹവും തമ്മിലുണ്ടായ തെറിയാണോ എന്നത് അതിനെ സംബന്ധിച്ച് അറിയുന്ന ആളുകൾ പറയേണ്ടുന്ന മറുപടിയാണ്. അത് പറയുന്നത് പ്രതീക്ഷിക്കാം. ഇപ്പോ നമ്മുടെ നാട് ഒരു മതേതര രാജ്യമാണ്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, മതമൂല്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നാടാണ് നമ്മുടെ നാട്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മതവികാരം വ്രണപ്പെട്ടാൽ ഉടനെ നമ്മുടെ നാട്ടിന്റെ മതേതരത്വം തന്നെ തകർന്നു പോകുന്ന രൂപത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, ബിരിയാണി എന്ന സിനിമയിൽ കനിയക്കുസൃതി റോൾ എന്തായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് അവരെ തെറി പറഞ്ഞിരുന്ന ആളുകൾ, ഭയങ്കരമായി പുലഭ്യം പറഞ്ഞിരുന്ന ആളുകൾ പിന്നീട് ഒരു തണ്ണിമത്തന്റെ ബാഗ് എടുത്ത് പൊക്കിയതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ പലസ്തീൻ ഐക്യദാർഢ്യമാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ടുവന്നത് എനിക്കറിയാം. പിന്നെ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇസ്ലാം മതത്തെ വിമർശിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള വസ്തുതയാണ്. അതൊരുപക്ഷെ ഇസ്ലാം നാമധാരികളിൽ മാത്രം ഒതുങ്ങി നിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം യുക്തിവാദികൾ നമുക്കിടയിലുണ്ട്. അതുപോലെ നമ്മൾ ചുരുങ്ങരുത്. എല്ലാ മതങ്ങളെയും എല്ലാവർക്കും വിമർശിക്കാം, തന്റെ അഭിപ്രായങ്ങൾ പറയാം, പക്ഷെ അതിനകത്ത് വസ്തുതകൾ ഉണ്ടാകണമെന്ന് മാത്രം. മതവികാരം പെട്ടെന്ന് വ്രണപ്പെടുന്നതാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഒരു സുഹൃത്തുണ്ട്, അഡ്വക്കേറ്റ് രാജഗോപാൽ വാഗത്താനത്തിന്റെ മകളാണ് മനുജ മൈത്രി. അവരും അഡ്വക്കേറ്റ് ആണ്. ഒരിക്കല് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞിങ്ങനെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഒരു വിഭാഗം എക്സ് മുസ്ലിങ്ങൾക്ക് വല്ലാത്ത ഒരു വിഷമം, മനുജ മൈത്രി എന്തിനാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്? അപ്പൊ അതെന്താ, ഇസ്ലാമിനെ മനുജ മൈത്രി വിമർശിച്ചാൽ എന്താണ് പ്രശ്നം? കുറച്ച് യുക്തിവാദികൾ എന്നോട് ചോദിച്ചു, നിങ്ങളും ബൈജു ഒരു തീവ്രവാദിയാണ്, അദ്ദേഹവും കൂടി ഇരുന്നിട്ട് നിങ്ങൾ എന്തിനാണ് ഇസ്ലാമിനെ ഇത്രയും രൂക്ഷമായിട്ട് വിമർശിക്കുന്നത്? അവർക്ക് അടിക്കാനുള്ള ഒരു വടിയായിട്ടല്ലേ അത് ഒരു യുക്തിവാദിക്ക് ചേർന്നതല്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ അതിനകത്ത് സംസാരിക്കുന്നത് എന്താണ്, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഞങ്ങൾ രണ്ടുപേരും തികച്ചും സ്വതന്ത്രരായ രണ്ട് വ്യക്തികളാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, ഓരോ വിഷയങ്ങളിലെയും വീക്ഷണങ്ങളുമുണ്ട്. അത് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ സംസാരിക്കുമ്പോഴേക്ക് ഇസ്ലാമിനെ കുറിച്ച് ബൈജു പറയുമ്പോൾ അതിനെ നിങ്ങൾ ഖണ്ഡിക്കുകയല്ലേ ചെയ്യേണ്ടതെന്ന് ഒരു പ്രമുഖ യുക്തിവാദി നേതാവ് എന്നോട് ചോദിച്ചതാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഖണ്ഡിക്കേണ്ട കാര്യം എന്താ? വസ്തുതകളാണ് പറയുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കണം. നമ്മുടെ മതത്തെ കല്ലെറിയാനും ചെളിവാരി എറിയാനും ഒരുപാട് വിശ്വാസികളായ ആളുകൾ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഇന്നലെ ഒരു മെയിലില് അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുകയാണ്, അല്ല, ബലിപെരുന്നാളിനെ കുറിച്ച് നിങ്ങൾ ദയവ് ചെയ്ത് ചൊറിയല്ലേ, അവനുമായിട്ട് ഇരുന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അപ്പൊ ഇത് അസഹിഷ്ണുതയാണ്. ഈ മനുജ മൈത്രി ഇങ്ങനെ ഇസ്ലാമിനെ വിമർശിച്ചപ്പോ ഒരു കൂട്ടം എക്സ് മുസ്ലിങ്ങളും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പൊ യുക്തിവാദികൾക്ക് അസഹിഷ്ണുതയുടെ ആവശ്യമില്ല. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു വികാരമായി പോകും, അത് വേണ്ട. അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ മതത്തിനെ കുറിച്ച് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ എതിരാകും. അതുകൊണ്ട് ഹിന്ദുക്കളാകുമ്പോൾ ചാഞ്ഞ കൊമ്പാണ്, ചാടിക്കേറാം എന്ന ഒരു ചിന്താഗതിയിലാണ് ഇത് പറഞ്ഞതെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റില്ല. മറിച്ച് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്, ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് എന്ന് ഇദ്ദേഹമാണ് പറയേണ്ടത്. അതിന് ഓരോ കാര്യങ്ങൾ ഉണ്ടാകും, കാരണങ്ങൾ ഉണ്ടാകും. നമ്മുടെ ഒരു
യൂട്യൂബ് റിട്ടയർഡ് DGP ഉണ്ട്. യൂട്യൂബിലാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയപ്പെടുന്നത്. ഒരു മണ്ടനാണോ ഇനി മണ്ടന് കഞ്ഞിവെച്ചവനാണോ ഒന്നും അറിയില്ല. അലക്സാണ്ടർ ജേക്കബ് ഒക്കെ എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരിക്കല് ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുവാണ്. ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഒരു ദിശയിലേക്ക് നോക്കിയിരുന്ന് പഠിച്ചപ്പോൾ അവർക്ക് ഭയങ്കരമായ മാർക്ക് കിട്ടി. വേറെ ദിശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊന്നും മാർക്ക് കിട്ടിയില്ല. അങ്ങനെ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുമാരെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് ഇതിങ്ങനെ ചർച്ച ചെയ്യാം. എന്തുകൊണ്ടായിരിക്കും ആ ദിശയിലേക്ക് തിരിഞ്ഞ കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് വാങ്ങിയത്? അപ്പൊ അദ്ദേഹം ഈ വിഷയം പറയുന്നത് ഒരു ഇസ്ലാമിക സദസ്സിലാണ്. അപ്പൊ അദ്ദേഹം ഉറപ്പായിട്ടും കിഴക്കും പടിഞ്ഞാറും ശ്രദ്ധിക്കും, കാരണം മുസ്ലിങ്ങളുടെ ദിക്കുകളാണ്. അതുകൊണ്ട് അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. പിന്നീട് ഈ ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റുകൾ എല്ലാം കൂടെ ചേർന്നിരുന്ന് ആലോചിച്ച് തീരുമാനിച്ചു, ഈ ഒരു ദിശയിലേക്ക് തിരിഞ്ഞിരുന്നപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുണ്ടല്ലോ, ആ ദിശയിലേക്ക് തന്നെ ബിൽഡിംഗ് അങ്ങ് മാറ്റിപ്പണിയാം. അങ്ങനെ അത് പൊളിച്ചിട്ട് മാറ്റിപ്പണിയും. അപ്പോ ഒരു അഭിനവോ അങ്ങനെ കണ്ടൊരു കുട്ടി, ആ കുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, അഭിരാം. ഈ കുട്ടിക്ക് ഒരു സംശയം തോന്നി. ഈ കുട്ടി ഹാർഡ്വാർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മെയിൽ അയച്ചു. എപ്പോഴാണ് ഈ ബിൽഡിംഗ് പുതുക്കി പണിതത്, നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണം. അപ്പൊ അവരത് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നിട്ട് പിന്നീട് ഇദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരല്ലേ ഈ കാലഘട്ടമല്ലേ പൊതിഞ്ഞു. എന്തുദ്ദേശിച്ചിട്ടാണ് നിങ്ങളത് പറഞ്ഞത്? അപ്പം ഈ അഭിറാം എന്ത് ചെയ്തു, അവന് വന്ന മെയിലും അവൻ അങ്ങോട്ട് സെൻഡ് ചെയ്ത മെയിലും എടുത്ത് മാധ്യമങ്ങളിൽ അങ്ങിട്ടു. അങ്ങനെ അഭിറാമിനെ എല്ലാ മാധ്യമങ്ങളും കൊണ്ടു നടന്നു. കാരണം ഒരു കുട്ടി വിചാരിച്ചപ്പോൾ ഒരു മണ്ടൻ DGPയുടെ ശരിയായ ബുദ്ധി പുറത്ത് കാണാൻ സാധിച്ചത്. അപ്പൊ അദ്ദേഹം പറയാണ്, അത് ഞാനൊരു യാത്ര പോകാണ്ട് പ്രോഗ്രാമിന്, അപ്പോഴേക്കൊരു സ്വാമി ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ട് ഞാൻ പറഞ്ഞതാ. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അടിസ്ഥാനമില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചത് നിങ്ങൾ പറയാൻ പാടുണ്ടോ? നിങ്ങൾക്കതിന് എന്തെങ്കിലും ഒരു അറിവ് വേണ്ടേ ആ വിഷയത്തിൽ എന്ന് പറയുന്നത് പോലെ എല്ലാവരും ചോദിക്കാറുണ്ട് എന്നോട്, നിങ്ങൾ എന്താ ഹിന്ദുക്കളെ വിമർശിക്കാത്തത്, നിങ്ങൾ എന്താ ക്രിസ്ത്യാനികളെ വിമർശിക്കാത്തത്? എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതി വെച്ചത് കിട്ടിയത് കൊണ്ട് നമ്മൾ വിമർശിച്ചാൽ ആളുകൾ ഇതുപോലെ നമ്മളെ പിടിച്ച് വഴിയിൽ നിർത്തും. നിങ്ങൾ എന്തുകൊണ്ടാണത് പറഞ്ഞത്, ആ പറഞ്ഞത് എന്തുകൊണ്ട് എവിടെ നിന്ന് കിട്ടി, നിങ്ങളുടെ ആ വിഷയത്തിലുള്ള അറിവ് എന്താണ് എന്ന് ജനങ്ങൾ പിടിച്ചു നിർത്തും. നമുക്കറിയാത്ത ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് എനിക്കറിയാമെന്ന് പറഞ്ഞ് വിഡ്ഢിത്തം പറയുന്നതിനേക്കാൾ ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് അറിയില്ല, അതുകൊണ്ട് ഞാൻ ആ മേഖലയിലേക്ക് കടന്നിട്ടില്ല. അപ്പൊ മനുജ മൈത്രിയുടെ ഇസ്ലാം മത വിമർശനം, അപ്പൊ ഞാൻ അതിനകത്ത് ചോദിച്ചു, അതെന്താ മനുജ ഇസ്ലാം വിമർശിച്ചാല് കുഴപ്പം എന്താ? അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് അറിയുന്ന വിഷയങ്ങളാണെങ്കിൽ അവര് പറഞ്ഞോട്ടെ. ഓരോരുത്തരും അതാത് വിഷയങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് ശരിയാകില്ലല്ലോ. ഇപ്പോ ഒരുപാട് വംശഹത്യകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ടോമി സെബാസ്റ്റ്യൻ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ കഴിഞ്ഞ ഒരു ബലി പെരുന്നാള്, ഇപ്പൊ ബൈജൂൻ ഒരു മോനും മോളും ആണുള്ളത്. ബൈജൂൻ എന്തായാലും 19 വയസ്സായി. ഈ വയസ്സുകാലത്ത് ബൈജൂൻ ഒരു മകനെ കിട്ടുന്നു. അങ്ങനെ തന്നെയാണല്ലോ സത്യവും, ഒരു മകനെ കിട്ടുന്നു. അങ്ങനെ ബൈജു ഒരു സ്വപ്നം കാണുന്നു, ഈ മകനെ എനിക്ക് ബലി നൽകണം, എന്നാൽ നിന്നിൽ ഞാൻ സംപ്രീതനാകാം, നിനക്ക് ഞാൻ സ്വർഗം തരാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബൈജുവിന്റെ 2 കണ്ണുകൾ പോലെ കൃഷ്ണമണികൾ പോലെയാണ് ആ 2 മക്കളും. അപ്പൊ ബൈജു ഒന്നുകിൽ മകനെ അറുത്ത് സ്വർഗത്തിൽ ചെല്ലണം, അതല്ലെങ്കിൽ സ്വർഗം വേണ്ട എന്ന് പറഞ്ഞ് ഈ ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമാകണം. അങ്ങനെ ഒരു മനുഷ്യൻ വൃദ്ധനായി, ബൈജു എന്ത് ചെയ്യും എന്നുള്ളത് ബൈജുവിന്റെ മാത്രം വിവേചനാധികാരമാണ്, അതിനെ വിട്ടു. അങ്ങനെ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടു, മകനെ ബലി നൽകാൻ തയ്യാറാകുന്നു. അതിന്റെ ത്യാഗസ്മരണയ്ക്കാണ്. അത് സ്വാർത്ഥത എന്നാണ് ഞാൻ പറയാ, ത്യാഗമല്ല. മാനസിക രോഗി കണ്ട ഒരു സ്വപ്നമാണ്. മകനെ അറുക്കാൻ തയ്യാറായതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇക്കണ്ട കഴുത്ത് നീട്ടിക്കൊടുക്കുന്ന മൃഗങ്ങളെ മുഴുവനും അറുത്ത് നല്ല മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് വറുത്തെടുത്ത് പോത്തിറച്ചിയും തിന്നിട്ട് ഒരു ത്യാഗം അങ്ങനെ കഴിഞ്ഞു. ഇതിനെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കേണ്ടതാണ്. സാധാരണ ലെവലില് ഇതിനെക്കുറിച്ചൊക്കെ വിഷയങ്ങൾ നമുക്കൊന്ന് നോർമലായിട്ട് സംസാരിക്കാൻ തന്നെ മിനിമം അറിവ് മതി. വിമർശിക്കാൻ മാക്സിമം അറിവ് വേണമെന്നുള്ളത് ശരി തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം, ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ വംശഹത്യ തടയണം എന്ന് വലിയ രൂപത്തിലുള്ള ഓർഗനൈസേഷനുകൾ രൂപീകരിക്കപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു നാടുകൂടിയാണ് നമ്മുടെ നാട്. ഇപ്പോ ഇസ്ലാമിക് കോപ്പറേഷൻ ഉച്ചകോടിയുടെ 15ാമത്തെ സെഷൻസ് ആവശ്യപ്പെട്ടതും ഇസ്രായേലിന്റെ ഹമാസിനോടുള്ള ക്രൂരകൃത്യം അവസാനിപ്പിക്കണമെന്നായിരുന്നു. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജൂതന്മാരാണ്, മറ്റവർ വിശ്വാസികളാണ്.
അവരെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഒരു വിഭാഗം ആളുകൾ അസഹിഷ്ണുത കാണിക്കും. പിന്നീട് അവര് തീവ്രവാദികളാണ്, എന്ത് ചെയ്യാനും മടിക്കില്ല. പിന്നെ അവർക്ക് പറയാം ഇസ്ലാമോഫോബിയാണ്, വിവേചനങ്ങളാണ്, ഇതൊക്കെ പറയാം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരുപാട് വിഷയങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് വസ്തുതകളും ഇവിടെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരുപക്ഷെ വേട്ടക്കാരായിട്ട് നിൽക്കുന്നത് ഇസ്ലാം മതമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, ആ ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞു നിൽക്കുക. നമുക്കറിയുന്ന ഒരുപാട് യുക്തിവാദികളുണ്ട്, അവരൊക്കെ കമ്മികളാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് അനുഭാവപൂർവ്വം നിൽക്കും. എന്നിട്ട് അവർ പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവരെ പിണക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുപോലെ നമുക്ക് പിണക്കിയിട്ട് നമുക്ക് ഇവിടെ നിലനിൽപ്പില്ല എന്നൊക്കെയാണ് ഇവര് പറയാ. ഇപ്പോ ജമ്മു കാശ്മീരില് ഹൈന്ദവ തീർത്ഥാടകര് സഞ്ചരിച്ച ഒരു ബസ്സിന് നേരെ ഉണ്ടായ ഭീകരാക്രമണം നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് ഇവര് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയും. അവിടെയും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവിടെയും തീർത്ഥാടകർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇപ്പോ ഹിന്ദു തീർത്ഥാടകരാണ്, അത് ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് 10 പേര് കൊല്ലപ്പെട്ടത്, 33 പേർക്കാണ് പരിക്കേറ്റത്. എന്നിട്ട് ഗാസയിൽ നിന്നും റാഫയിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകൾക്ക്, കലാകാരന്മാർക്ക്, അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾക്കൊന്നും ഇപ്പോഴും റാഫയിൽ നിന്ന് കണ്ണിങ്ങോട്ട് മാറുന്നതേയില്ല. അപ്പൊ അങ്ങോട്ട് നോക്കി മോങ്ങുന്ന കേരളത്തിലെ മാധ്യമങ്ങളും സിനിമക്കാരും കലാകായിക സാംസ്കാരിക രംഗത്ത് ഉത്തുംഗതയിൽ വിരാജിക്കുന്ന നായകന്മാരും ഒന്നും കാണുന്നില്ല. കാരണം എന്താ? ഹിന്ദു കുഞ്ഞുങ്ങളല്ലേ. അവിടെ നമ്മുടെ രോഷം അവിടെ നിൽക്കട്ടെ തൽക്കാലം, അവിടെ രോഷം പ്രകടിപ്പിക്കേണ്ട. കാരണം അവിടെ വോട്ട് ബാങ്ക് ഒന്നും ഇല്ലല്ലോ, ഹിന്ദുക്കൾ സംഘടിതരല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ നമ്മൾ പ്രകടനങ്ങളോ വിമർശനങ്ങളോ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബക്കാരോടുള്ള ഐക്യദാർഢ്യമോ പിന്തുണയോ ഒന്നും വേണ്ട. ആ തീവ്രവാദികളോടുള്ള എതിർപ്പും വിമർശനങ്ങളും ഒന്നും നമുക്ക് വേണ്ട. ഓരോ തീവ്രവാദി ആക്രമണം കഴിയുമ്പോഴും ക്രൂരവും പൈശാചികവുമായി പോയി എന്ന ഡയലോഗ് മാത്രം മതി നമുക്ക്. അത് ശരിയായില്ല കേട്ടോ, അത് മാത്രം മതിയാകും നമുക്കിപ്പോ. സുരേഷ് ഗോപി അമ്പലത്തിൽ പോയ പ്രശ്നം, മോഹൻലാല് അമ്പലത്തിൽ പോയ പ്രശ്നം, അവര് ചാണകങ്ങളാണ്, സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നമസ്കരിക്കാൻ പോയ മമ്മൂട്ടിയെ കൊണ്ടു നടക്കുന്നില്ലേ? കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ല. കാരണം പുഴു എന്ന സിനിമയിലൂടെ തീവ്രവാദത്തെ വെള്ളപൂശാൻ ശ്രമിച്ചതല്ലേ? അപ്പോഴും അദ്ദേഹം ഞമ്മന്റെ ആള് തന്നെയാണല്ലോ. ഇതിലേറെ രസകരം, ഒരിക്കല് മമ്മൂട്ടി ഹജ്ജ് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു കറുത്ത കല്ലുണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യൂണിക്കല്ല്. ആദമിനെ അള്ളാഹു ചവിട്ടി പുറത്താക്കിയ സമയത്ത് എന്താണെങ്കിലും പോകുകയല്ലേ ഒരു വഴിക്ക്, ഇല്ല ഉംറയ്ക്കൊക്കെ പോകുന്നവര് എന്താണെങ്കിലും ഒരു ദ്വാരം വെറുതെ നാട്ടിലേക്ക് പോകുന്നു, 1.5 കിലോ സ്വർണം വെക്കാമെന്ന് വിചാരിക്കുന്നത് പോലെ ആദം നബി അവിടെ നിന്ന് ഒരു കല്ല് അടിച്ചോണ്ടാ വന്നത്. ആ കല്ല് സ്വർഗത്തിലെ കല്ലാണ്, വെള്ളക്കല്ലാണ്. ആ കല്ലില് മുത്തി 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 ആ കല്ലങ്ങ് കറുത്തു. അപ്പൊ ആദം നബി ചെയ്തത് ചില്ലറ പാപമാണോ എന്ന് നോക്കിക്കോണം. ആ വെളുത്ത വെള്ളാരം കല്ലിപ്പോൾ കറന്നായി. അങ്ങനെയാണ് നമുക്കിപ്പോ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത കല്ല് എന്ന്. ഈ കല്ല് പഠിച്ചോണ്ടാ വന്നേ. അപ്പം പിന്നെ ആ കല്ലിൽ തൊട്ടാല് അതിനകത്തൊന്ന് മുത്തിയാല്, പ്രവാചകൻ മുത്തിയതാണ്, അതുകൊണ്ട് നമ്മളൊന്ന് മുത്തിയാല് പാപം പൊറുക്കുമെന്നാണ് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം. മമ്മൂട്ടിയുണ്ട് ഈ കല്ലിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായിരിക്കും അദ്ദേഹം ചിന്തിച്ചിരിക്കാന്നറിയില്ല. ആ കല്ലിനെ ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോ അദ്ദേഹം ഹജ്ജൊക്കെ ചെയ്തു കഴിഞ്ഞു വന്നപ്പോ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ അള്ളാഹു വിചാരണ ചെയ്യും, ചോദ്യം ചോദിക്കും, സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന്? അപ്പോ നാളെ ചോദ്യം ചോദിക്കും, വിചാരണ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ മമ്മൂട്ടി ചോദിച്ചു, എല്ലാം അറിയുന്ന അള്ളാഹുവിന് അതിന്റെ ആവശ്യമുണ്ടോ? അതിനകത്ത് തന്നെ തീർന്നു. എന്നിട്ട് അത് ആരും കൊട്ടിഘോഷിച്ചില്ല, ആരും വൈറലാക്കിയില്ല. കാരണം അതിൽ പിടിച്ചായിരിക്കും പിന്നീട് ആളുകൾ ചിന്തിക്കുക. ഇന്ന് ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം വൈറലായിട്ടുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, സ്വീഡനിലാണ്. കുറെ ആളുകൾ ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഈ പെൺകുട്ടി തലയില് തട്ടമൊക്കെ ഇട്ടിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഒരു സെൽഫി എടുത്തു. ഈ സെൽഫി എടുത്ത് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. നോക്കുമ്പോ എന്താ, പുറകില് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് മുഹമ്മദ് ഒരു കള്ളനാണ്, ഒരു യുദ്ധക്കൊതിയനാണ്, രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച ക്രൂരനാണ്. ഇതൊക്കെയാണ് പ്ലക്കാർഡുകൾ.
ഒരുപക്ഷെ അവര് പിടിച്ച പ്ലക്കാർഡുകള് അവരുദ്ദേശിച്ച അതേ ആശയത്തില് എല്ലാവരുടെയും ഹൃദയത്തിൽ എത്തിയില്ല, തലച്ചോറുകളിലേക്ക് എത്തിയില്ല, ശ്രദ്ധയിൽ എത്തിയില്ല, ചർച്ചയ്ക്ക് എത്തിയില്ല. ഈ പെൺകുട്ടി എടുത്ത സെൽഫിയാണ് അതിന് കാരണമായത്. അപ്പൊ മമ്മൂട്ടി ചോദിക്കുന്നു, എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് ഒരു വിചാരണ എന്ന് ചോദിച്ചപ്പോ ഇവർക്കറിയാം അതെടുത്തു കൊടുത്താൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തലച്ചോറുള്ളവർ ചിന്തിക്കും, അതുകൊണ്ട് അത് വേണ്ടാന്ന്. അതുകൊണ്ട് ഇവരെ തൽക്കാലം വിചാരിച്ചു നമുക്ക് റാഫയിൽ നിന്നും ഒന്നും കണ്ണെടുക്കണ്ട, ഗാസയിൽ നിന്ന് കണ്ണെടുക്കണ്ട, ഇസ്രായേലിലേക്ക് അവരെ തന്നെ നമുക്ക് ചൊറിഞ്ഞോണ്ടിരിക്കാം. എന്ത് ക്രൂരമായി പോയി കാശ്മീരിലെ ഈ ഹിന്ദു വംശഹത്യ ചെയ്യാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ ഹിന്ദുക്കളായ അവര് ഹിന്ദുക്കളായ ആളുകൾ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചത്, അവരെ കൊന്നത്, അവരെ ആക്രമിച്ചത് എന്ത് ക്രൂരതയായി പോയി എന്ന ഒരു ഡയലോഗില് മാത്രം ഒതുങ്ങാം. എന്നിട്ട് എല്ലാ തീവ്രവാദത്തെയും നമ്മൾ പ്രതിഷേധിക്കണം എന്ന ചെറിയ ഒരു ടൈറ്റിലിൽ മാത്രം ഒതുങ്ങും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വായിക്കകത്ത് പഴം തിരുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല, അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല. കാരണം നാളെ തോളിൽ കൈയിടേണ്ടവരാണ്, ഒരു മേശയ്ക്ക് ചുറ്റും നാളെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അവരെ പിണക്കാൻ പറ്റുമോ? കേരളത്തിൽ ഇരുന്ന് ഗാസ, റാഫ എന്നൊക്കെ പറഞ്ഞ് മോങ്ങാം. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതല്ലാതെ ഈ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ ഇനിയും ഇന്ത്യൻ സൈന്യം എതിർത്തു, നല്ല രൂപത്തിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അത് കൊടുക്കുമെന്ന് ഉറപ്പാണ്. അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് ഇന്ന് നല്ലതിനല്ല, നല്ല രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനിയും ഇതേപോലെ തന്നെ ഗാസയോ റാഫയോ ഇതിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മനുഷ്യാവകാശം കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുണ്ടാകുമോ? ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങത്തില്ലേ? കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ തീവ്രവാദികളെ അമിത്ഷാ പിടിച്ചുകൊണ്ടുവന്നാൽ, അവരെ ജയിലിലിട്ടാൽ, അല്ലെങ്കിൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇവനൊക്കെ അങ്ങ് കാഞ്ഞു പോയാൽ അന്നേരം ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങില്ലേ? മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതില്ലേ? ആഴ്ചകളോളം അന്തിച്ചർച്ചകൾ നടത്തില്ലേ? ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല, ലോകത്തെല്ലാ സ്ഥലത്തും ഉള്ളത് ഇത് തന്നെയാണ്. അങ്ങോട്ട് കയറി ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ഒന്ന് ചൊറിയും, അവര് തിരിച്ച് നല്ലതുപോലെ കൊടുക്കും. അതല്ലെങ്കിൽ ഇവര് ന്യൂനപക്ഷ വേട്ട എന്ന് പറയും. തിരിച്ചടി കിട്ടുമ്പോ സ്ത്രീകളെ പീഡിപ്പിക്കുക, കൊല്ലുക, അതിലാഘോഷിക്കുക. തിരിച്ചടി കിട്ടുന്ന സമയത്ത് മുസ്ലിം വേട്ടയെന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ രാജ്യമാണ് ആദ്യത്തെ താല്പര്യം, ബാക്കി എല്ലാം രണ്ടാമതേ വരും. ഇവിടെ ചില ആളുകൾക്ക് ആദ്യം മതമാണ്, പിന്നെയും മതമാണ്, പിന്നെയും മതമാണ്. ആദ്യം നീ നന്നാവ്, അത് കഴിഞ്ഞിട്ട് സ്വയം നന്നാകുക എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായി എപ്പോഴും മതമാണ്. നമ്മൾ എത്രത്തോളം സഹിഷ്ണുത ഓരോ വിഷയത്തിലും കാണിക്കുന്നു, അത്രത്തോളം തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ സംസ്ഥാന ഭരണകൂടം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കേന്ദ്ര ഭരണകൂടം അത് മനസ്സിലാക്കാതെ പോകില്ല. കാരണം നമ്മള് ഇപ്പം ഗാന്ധിജി പറഞ്ഞതുപോലെ കുറച്ച് ഹിന്ദുക്കളെ കൊല്ലുമ്പോഴത്തേക്കിന് അവർക്ക് സമാധാനം കിട്ടും, അവരുടെ കോപമൊക്കെ ഒന്ന് അടങ്ങുമെങ്കിൽ അടങ്ങിക്കോട്ടെ. നിങ്ങൾ തൽക്കാലം അവരുടെ കത്തിമുനയ്ക്ക് കഴുത്തൊന്ന് നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ കോപം അടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായിരിക്കും ഇളകുന്നത്. കേരളത്തിൽ ഇരുന്ന് ഓൾ ഐസ് ഓൺ റാഫ എളുപ്പമുണ്ട്. തീവ്രവാദികളെ ഒന്നും ചെയ്യരുതേ, തീവ്രവാദികൾ പാപങ്ങളാണേ, അവര് പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പുഴു ഇറക്കാം, ഉണ്ടയും ഇറക്കാം. ഇത് കണ്ടിട്ട് നെതന്യാഹു പേടിച്ചു പോകുമെന്ന് വിചാരിച്ചു പോകരുത്. അത് മൗഢ്യമായ ധാരണയാണ്. ഇസ്രായേൽ ഇന്നലെ റാഫയിൽ നിന്ന് തന്നെ ഹമാസിന്റെ തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയത് കണ്ടില്ലേ? എന്നിട്ട് അവര് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന 4 പേരെ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രായേൽ പറിച്ചുകൊണ്ടുവന്നു. അതിനുശേഷം ഹമാസുകാർ കയറി അടിച്ചു, 8 ഇസ്രായേലിനെ കൊന്നു, 8 ഇസ്രായേൽ സൈന്യരെ കൊന്നു. അതിന്റെ 24 മണിക്കൂർ കഴിഞ്ഞില്ല 550 ഹമാസ് ഭീകരരെ നിരത്തി അങ്ങോട്ട് കിടത്തി ഇസ്രായേൽ. അപ്പോ ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങുവാണ്. പലപ്പോഴും ഇവര്
ഇസ്രായേലിലെ 4 പൗരന്മാരെ ഇസ്രായേല് മോചിപ്പിച്ചു എന്നത് മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ കാണൂ. 550 പേരെ ഇല്ലാതാക്കി എന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണത്തില്ല. കാരണം ഒരു പ്രത്യേക തരം കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുള്ളത്. ടീച്ചറ് കഴിഞ്ഞ ദിവസം ത്യാഗത്തിന്റെ മഹോന്നത ദിവസത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നലെ ഈ വിഷയം ഇനി മിണ്ടില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കളുണ്ട്, അവർ എന്റെ അടുത്ത് പ്രത്യേകം വിളിച്ചു പറഞ്ഞു, ബൈജു പൊന്ന് ബൈജു. അപ്പൊ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, സംഗി ആൻഡ് സുഡാഫീസ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത് 3 സുഹൃത്തുക്കളാണ്. അതിൽ 2 പേര് മുസ്ലിങ്ങളും പിന്നെ ഒരാള് പെന്തിക്കോസുമാണ്. എല്ലാവരും വിദേശത്താണ്. അപ്പൊ വിദേശത്തുള്ള ജീവിക്കുന്ന അവരുടെ തീവ്രമായിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ നമുക്ക് അറിയാലോ. അത്തരത്തിലുള്ള അവരുടെ നിർദ്ദേശപ്രകാരം, കാരണം ഞങ്ങൾ 4 പേരാണ്, അവർ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോട്ട് ഞങ്ങൾ പോകും, ഒരാഴ്ചയൊക്കെ ഞങ്ങൾ ഒന്ന് സന്തോഷത്തോടു കൂടി ചെലവഴിച്ചു വരുന്ന അത്രയും വലിയ കൂട്ടുള്ള ആളുകളാണ്. അപ്പൊ അതിൽ ഈ 2 പേരെ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു, നീ ദയവ് ഇത് ഇന്നത്തെ ദിവസമെങ്കിലും ഞങ്ങൾക്ക് സമാധാനം എന്താ, ഇതിനെപ്പറ്റി മിണ്ടരുത്, ബലി പെരുന്നാള് അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്. ശരി, അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാന്. അപ്പോഴാണ് ഉച്ചയോട് കൂടിയിട്ട് എന്റെ ശ്രദ്ധയിൽ ഒരു ആടിന്റെ വിഷയം പെട്ടത്. നമ്മളെല്ലാവരും കണ്ടു മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഒരു ആടിന്റെ ദേഹത്ത് റാം എന്ന് എഴുതിയത്. ഈ റാം എന്ന് എഴുതിയതിൽ ടീച്ചറെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ അതിനെ ന്യായീകരിച്ച് പലരും വരുന്നുണ്ട്. മെയിലായിട്ടുള്ള, അതായത് ആടിന് പറയുന്ന ഇംഗ്ലീഷിലെ പേരാണ് റാം എന്നൊക്കെ പറയുന്നു എന്നുള്ള പല ന്യായീകരണ കമന്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, സുഡാപ്പികൾ ഇട്ടുകൊണ്ടിരുന്നു. അവരോട് കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാളില്ലാത്തൊരു റാം എഴുത്ത് എന്തുകൊണ്ട് മോദി സർക്കാരിന്റെ 3ാമത്തെ ഭരണം കഴിഞ്ഞപ്പോൾ ഈ ശ്രീരാമന്റെ അയോധ്യയിൽ ക്ഷേത്രം, അവിടെ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ ഇന്നിപ്പോൾ ജനലക്ഷങ്ങൾ അവിടെ ദർശനം നടത്തിക്കൊണ്ട് ആ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ ക്ഷേത്ര ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ബാബറിനെ കുറിച്ചും അയാളുടെ സ്വവർഗ രതിക്കാരനായിട്ടുള്ള ഒരുത്തൻ ചത്തുപോയതിന്റെ ആ ഒരു സ്മരണാർത്ഥം ഉണ്ടാക്കിയ, ക്ഷേത്രം തകർത്തുണ്ടാക്കിയ ബാബറി മസ്ജിദ്, അതിനെക്കുറിച്ചും എല്ലാം നമ്മൾക്ക് അറിയുന്നത് തന്നെ ഈ പറയുന്ന ക്ഷേത്രം തകർത്തുണ്ടാക്കിയ ബാബറി മസ്ജിദ് തകർത്ത് വീണ്ടും ക്ഷേത്രമായപ്പോൾ തന്നെയാണ് കോടതി വിധി, പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കൃത്യമായിട്ടും അവിടെ ക്ഷേത്രം വന്നു. ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ റാം എന്ന് പറയുന്ന വാക്കിന് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. നമ്മൾ പല സമയങ്ങളും കാണാറുണ്ട്, ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇതാ മുസ്ലിങ്ങളെ കൊല്ലുന്നേ എന്ന് പറയുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലായാലും ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാധ്യമങ്ങളുടെയൊക്കെ ആ ഒരു കള്ളപ്രചരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾക്ക് അതിന്റെ ചെറിയൊരു ലാഞ്ചന, കാരണം മറ്റ് സ്റ്റേറ്റുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ പോവേണ്ട, നമ്മുടെ കേരളത്തിൽ ഈ ജയ് ശ്രീറാം അതല്ലെങ്കിൽ ശ്രീറാം എന്ന് പറയുന്ന ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിട്ടുള്ള ആ ഒരു ദൈവത്തിന്റെ പേരിൽ എന്തെങ്കിലും ആക്രമണം ഇവിടെ ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ജിഹാദിയുടെ അടിമയായി എന്റെ ബാക്കി വരുന്ന ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാം എന്നൊരു വാക്ക് ഇവിടെ പബ്ലിക്കിനോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം നമ്മൾക്ക് നോക്കാം. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ എടുത്തു നോക്കും, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് തന്റെ ചോദ്യ പേപ്പറിൽ വന്നതുകൊണ്ട് ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസർ ആയിരുന്ന ഈ പറയുന്ന നമ്മുടെ അദ്ദേഹത്തെ ജോസഫ് സാർ, TJ ജോസഫ് സാറിന്റെ കയ്യും കാലും വെട്ടി അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായിട്ടുള്ള സലോമി ടീച്ചർ ഒരു മുഴം തോർത്തുമുണ്ടിലാണ് തൂങ്ങിയതെന്നാ പറഞ്ഞത്. അതായത് ഒരു തുണി കഷ്ണത്തിൽ തൂങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ മകനെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി അതിമാരകമായി മർദ്ദിച്ചു എന്നുള്ള ആ നാട്ടിലാണ് ഇത് നമ്മൾ അറിയുന്നത്. മാത്രമല്ല ഈ കേസിൽ ജഡ്ജ്മെന്റ് കേട്ടൊക്കെ പുറത്തു വന്നിരുന്ന ഈ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ ജിഹാദികളുടെ മുഖത്തെ ആ സന്തോഷം നമ്മൾക്ക് കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ അള്ളാഹു അക്ബർ എന്ന വിളി കേട്ടതോടുകൂടി ജനങ്ങൾ ജീവനും കൊണ്ട് ഓടി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാമിനെയും അള്ളാഹു അക്ബറിനെയും ഇനി ക്രിസ്തീയ വിഭാഗത്തെ മാറ്റിവെക്കാം, കാരണം അവർ നമ്മൾക്ക് പെടുത്തേണ്ട, അവരുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ഇതിൽ ഏത് വാക്ക് പറഞ്ഞാലാണ് ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുക? ഏത് വാക്ക് കേട്ടാലാണ് ആളുകൾ ബഹുമാനത്തോടുകൂടി ഒരു മതമില്ലാത്ത അതല്ലെങ്കിൽ നിരീശ്വരവാദി ആണെങ്കിൽ പോലും ബഹുമാനത്തോടുകൂടി ആ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ള ചിന്ത മാത്രം മതി? എത്രത്തോളമാണ് ഈ വാക്കിൽ പോലും അപകടം ഒളിഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജയ് ശ്രീറാമിന്റെ പേരിൽ അതല്ലെങ്കിൽ റാം എന്ന് പറയുന്ന ഹിന്ദുക്കൾ, ഓരോ ഭാരതീയന്റെ, ഓരോ ഹൈന്ദവന്റെയും ശക്തി ദുർഗയായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. അത്തരത്തിൽ റാം എന്ന് പറയുന്ന പേര് ഒരു ആടിന്റെ ദേഹത്ത് എഴുതുന്നു. അത് ഇംഗ്ലീഷിൽ തന്നെ
തിരഞ്ഞെടുക്കാനുള്ള ഭാഷ. നമ്മൾക്കറിയാം ഹിന്ദി ബെൽറ്റുകളിൽ പൂർണ്ണമായിട്ടും അവർ പ്രാദേശികമായിട്ടുള്ള ഭാഷ മാത്രമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കർണാടകയിലൂടെ പൂർണ്ണമായിട്ട് സഞ്ചരിച്ച സമയത്ത് അവിടെ ആയാലും തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവിടെ അവരുടെ പ്രാദേശിക ഭാഷ അതല്ലെങ്കിൽ അവരുടെ ആ സ്റ്റേറ്റ് സംസ്ഥാന ഭാഷയിൽ മാത്രമേ അവരുടെ ബോർഡുകളായാലും എല്ലാതും അവർ എഴുതി വെക്കുകയുള്ളൂ. അത് തന്നെയാണ് ഈ ഹിന്ദി ബെൽറ്റുകളിലും കാണാൻ കഴിയുക. കാരണം എന്താണ്, ഒരു സ്ഥലത്തിന്റെ പേരായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് ഹിന്ദിയിൽ മാത്രമേ അവർ എഴുതി വെക്കുകയുള്ളൂ. അത്തരത്തിൽ ഹിന്ദിയിൽ പോലും എഴുതാതെ ഇംഗ്ലീഷിൽ RAM എന്ന് എഴുതിയത് ഇത് ദേശീയ ശ്രദ്ധ, ഇന്റർനാഷണൽ ശ്രദ്ധ, അന്തർദേശീയ ശ്രദ്ധ തനിക്ക് തിരിക്കണം എന്നുള്ളതും, എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറഞ്ഞ പോലെ ഈ റാം എന്ന് എഴുതിയ ആടിനെ, അതായത് ഹിന്ദുവിന്റെ ഭഗവാനായിട്ടുള്ള ശ്രീരാമനെ ഞങ്ങൾ അറക്കുന്നേ എന്ന രീതിയിൽ തന്നെ പ്രതിധ്വനിക്കുന്ന രീതിയിൽ അവർ നടത്തിയ ആ ക്രൂരമായിട്ടുള്ള പെരുമാറ്റം, അത് ഹിന്ദു സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഹിന്ദു സംഘടനകളൊക്കെ അറിഞ്ഞു. അവർ നേരിട്ട് വന്ന് കൃത്യമായിട്ടും അതിനെതിരെ പ്രതികരിച്ചു. പിന്നീട് സ്റ്റേഷൻ പോലീസുകാർ ഇടപെട്ട് പരാതി എടുത്ത് വന്നു, അതിലവിടെ നടപടി സ്വീകരിച്ചു. ഇയാളുടെ ഈ ഇറച്ചിക്കട പൂട്ടിച്ചു, ഇയാളെ അറസ്റ്റ് ചെയ്തു. കലാപാഹ്വാനം അതിൽ 153A ഒരുപാട് വകുപ്പുകൾ ചേർത്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തുള്ള വാർത്തയൊക്കെ പിന്നീട് വന്നു. എന്നിട്ട് പോലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടി RAM എന്നുള്ളത് മെയിൽ ആടിനെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള ഇംഗ്ലീഷ് പദമാണെന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദികളുടെ തക്കിയ എന്ന് പറയുന്ന വാക്കോട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതിരുന്നിട്ട് പോലും നീ മിണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെയാണ് ഇന്ന് ലോകത്താകമാനം ഒരു നിശബ്ദനായിരിക്കുന്ന അല്ലെങ്കിൽ ശാന്തമായി ജീവിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയെയും പ്രതികരണ ശേഷി, അതല്ലെങ്കിൽ തന്റെ അസ്തിത്വം, തന്റെ ജീവൻ, തന്റെ നാടിന്റെ അവസ്ഥ ഏത് രീതിയിലേക്കാണ് പോകുന്നത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ചിന്തിപ്പിക്കുന്നത് ആര് എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെയാണ് ഞങ്ങൾ സമാധാനം മതം അറിയാതെ വന്നതാണ്, തെറിയാണ്, ക്ഷമിക്കണേ. അത്തരത്തിൽ ഞങ്ങൾ സമാധാനത്തിന്റെ മതക്കാരാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തം മാത്രമാണ്. നിങ്ങൾ സമാധാനമാണോ അസമാധാനമാണോ, ഇവിടെ നിരപരാധികളെയാണോ അപരാധികളെയാണോ നിങ്ങൾ ശിക്ഷിക്കുന്നത്? നിങ്ങളുടെ ദൈവത്തിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ മഹോന്നതനാണല്ലോ നിങ്ങൾ പറയാറ്. ഈ മഹോന്നതി വർദ്ധിപ്പിക്കുകയാണോ അതോ പടവലങ്ങ പോലെ താഴോട്ടാണോ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മഹത്വം എന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ത്യാഗത്തിന്റെ പരമോന്നത സംഭവമാണെന്ന് പറയുന്ന നിങ്ങൾക്ക് മുൻപിൽ ടീച്ചർ പറഞ്ഞതുകൊണ്ട് മാത്രം ഇത്ര കൂടി ഞാൻ അതിന്റെ ഒപ്പം കൂട്ടിച്ചേർക്കുകയാണ്. മാത്രമല്ല, നിങ്ങൾ ഇവിടെ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് അത് ബൂമറാങ്ങായി, ഒരു ബൂമറാങ് എന്ന് പറയുന്ന സാധനം കറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമെന്നുള്ളത് മാന്ത്രികം എന്ന് പറയുന്ന ഒരു സിനിമയും നമ്മുടെ ജഗതി ശ്രീകുമാറും മോഹൻലാലും ഒക്കെ കറക്കി വിടുന്നുണ്ട് അവരുടെ കഥാപാത്രങ്ങൾ. അത് ആദം അങ്ങനെ എന്തോ ഒരു സിനിമയിൽ ചെയ്യുന്നുണ്ട്. ആ സാധനം കൃത്യമായിട്ട് ബൂമറാങ് കറങ്ങി തിരിഞ്ഞ് അവന്റെ കയ്യിലേക്ക് വരുന്ന പോലെ തന്നെ ഇത് തിരിച്ച് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടുന്നത്. ഇന്ന് പരസ്യം നൽകിക്കൊണ്ട്, ലക്ഷക്കണക്കിന് പരസ്യം നൽകിക്കൊണ്ട് ഞങ്ങളുടെ മതം വളരുകയാണെന്ന് പറയുന്ന ആ ശോചനീയ അവസ്ഥയിൽ ലോകത്തെത്തിയിട്ടുള്ള ഒരേ ഒരു മതം ഏതെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തായാലും ഓരോ ആളുകളുടെയും കണ്ണ് തുറക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ ഈ ടോമി സെബാസ്റ്റ്യനും എന്റെ ഈ വിഷയം ഞാൻ RV ബാബു സാറുമായി, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബൈജു, ഇവിടെ ഏറ്റവും കൂടുതൽ പ്രതികരണ ശേഷി ഇല്ലാത്ത ഒരേ ഒരു കൂട്ടരേ ഉള്ളൂ, അത് ഹിന്ദുക്കളാണ്. പിന്നെ അപ്പൊ ഞാൻ ഹിന്ദു സംഘടന എന്തുകൊണ്ട് ഇതിനെതിരെ പരാതി കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തോട് ഉയർത്തിയത്. അപ്പൊ അദ്ദേഹം 20 മിനിറ്റോളം എന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമുണ്ട്. കാരണം ഇവിടെ ഓരോ ഹിന്ദുവും എനിക്ക് സംഘടിച്ചു നിന്നില്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ മാത്രമേ ഇവിടെ മാറ്റം അനിവാര്യമായി വരികയുള്ളൂ. അല്ലാതെ ഓരോ ഹിന്ദു സംഘടനയും നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പരാതികൾ കൊടുത്തുകൊണ്ട് അതിന്റെ പിറകിൽ അതല്ലെങ്കിൽ ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കെതിരെ ഒരുപാട് കേസുകൾ ഇവിടെ ഉള്ളതൊക്കെ നമുക്കറിയാം. ശബരിമല വിഷയത്തിൽ തന്നെ 5000-ത്തിലധികം കേസുകളൊക്കെ എടുത്തത്. എന്നാൽ എന്താണ് ശബരിമല വിഷയത്തിൽ ഹിന്ദു ഇവിടെ ചെയ്തത്? വെറും നാമജപം മാത്രം നടത്തിയ നിരപരാധികളായിട്ടുള്ള, വായിൽ വിരലിട്ടാൽ കടിക്കാത്ത ഒരു സമുദായം, അവർക്കെതിരെ ചെയ്ത ദുഷ്ടത്തരമൊക്കെ അറിയാം. അതുകൊണ്ട് ഓരോ ഹിന്ദുവും പ്രതികരിച്ചു രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന ദൃഷ്ടാന്തം ഇവിടുത്തെ ഇടത് വലത് ജിഹാദി പാർട്ടികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭയിൽ എന്തുകൊണ്ടാണ് BJPക്ക് 15% നിന്ന് 14-ന്റെയും 15-ന്റെയും ശതമാനത്തിന്റെ ഇടയിൽ നിന്ന് 20-ലേക്ക് കുതിച്ചുയർന്നതെന്നും 11 മുതൽ 13 മണ്ഡലങ്ങളിൽ BJP 1-ാം സ്ഥാനത്തേക്ക് വന്നത് എന്നും കൃത്യമായിട്ടും ഈ ഹിന്ദു അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ മനസ്സിലേക്കും ഈ പക്ഷപാതം കൃത്യമായിട്ടും മനസ്സിലായി എന്നുള്ളതിന്റെ റിസൾട്ട് തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും എത്രത്തോളം ഈ ഏകപക്ഷീയമായിട്ടുള്ള പ്രചാരണം കൊടുക്കുന്നോ, ഇവിടെ ഏറ്റവും വലിയ ക്രൂരതയെ മഹോന്നത എന്ന വാക്ക് ചേർത്തുകൊണ്ട് വലിയ സംഭവമാണെന്ന് ഉയർത്തിക്കാട്ടുന്നോ, അത്
അവർക്ക് തന്നെ തിരിച്ചടിയായിട്ട് ബൂമറാങ്ങായി കിട്ടുന്നു. അതുകൊണ്ട് വളർച്ച ആർക്കാണ് എന്നുള്ളത് ഇവിടെ ലോകം കാണുന്നുണ്ട്. ഇന്ന് ലോകം ആകെ ഭയക്കുന്ന ഒരേ ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ. അത് ചോദിച്ചാൽ തന്നെ ഉത്തരം എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ പ്രതികരിക്കുന്ന അതല്ലെങ്കിൽ ചെറിയ ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന വാക്ക് പോലും ജോസഫ് സാറിന്റെ ചോദ്യപേപ്പറിൽ കടന്നു വന്നപ്പോഴേക്കും കൈകാലുകൾ വെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ ഭാരതത്തിൽ അത് നടക്കുന്നു, ഉത്തരേന്ത്യയിൽ അത് നടക്കുന്നു, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പ്രചാരണം നടക്കുക. അതല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ എല്ലാ കണ്ണുകളും റഫായിലേക്ക്, ഇസ്രായേൽ ചെയ്യുന്നതിന് മാത്രം ഉയർത്തി കാണിക്കുക. ഈ പലസ്തീനിലെ ഹമാസ് എന്ന് പറയുന്ന കൊടും ഭീകരവാദികൾ, അവർക്ക് ഇവിടെ ആരാധകരുണ്ടാവുക, അവരുടെ ഫാൻസ് അസോസിയേഷൻ ഇവിടെ ഇവർ കേരളത്തിൽ രൂപീകൃതമാവുക എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ട് ശബ്ദിക്കുക തന്നെ ചെയ്യും. അത് ഞാനൊരു ഹിന്ദു ആണോ അതല്ലെങ്കിൽ ഹിന്ദുവിന്റെ ഉപജാതിയായിട്ടുള്ള ബ്രാഹ്മണനാണോ നായരാണോ എന്ന് നോക്കിക്കൊണ്ടല്ല, എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഒരു ഹിന്ദു ഇപ്പോ മനുസ്മൃതി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ പോലും അത് മൈൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് അറിയുക പോലുമില്ല. ഒരു ഹിന്ദുവും മനുസ്മൃതിയെ ഫോളോ ചെയ്യാറില്ല. അതല്ലെങ്കിൽ ഒരു ഹിന്ദുവും പഴയ ബ്രാഹ്മണന്മാരുടെ ആ ഒരു ആഢ്യത്വവും ബ്രാഹ്മണന്മാർ ഇവിടെ മറ്റ് ജാതികളോട് കാണിച്ച ആ ഒരു ക്രൂരതകളുടെയൊക്കെ ചരിത്രം നമ്മൾക്കറിയാം. പക്ഷെ അത് അന്നത്തെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം ഇന്ന് എന്താണ് ഇന്നത്തെ കാലഘട്ടം എന്ന് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇന്ന് ഇവിടെ ഒരു ബ്രാഹ്മണൻ അതല്ലെങ്കിൽ അഷ്ടിക്ക് വകയില്ലാത്തവർ തന്നെയാണ് ഇന്ന് ബ്രാഹ്മണ ജാതിയിൽപ്പെട്ട കുലത്തിൽപ്പെട്ട ആളുകൾ എന്നുള്ളത് ബ്രാഹ്മണരെ നേരിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്നും അവർക്ക് അതുകൊണ്ട് ഒരു കുടുംബം ജീവിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതും കൃത്യമായിട്ട് ചിന്തിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ആ സമയത്ത് ഈ ബ്രാഹ്മണർ ചെയ്ത ദുഷ്ടത്തരം ഉയർത്തി കാണിച്ചുകൊണ്ട് ഇന്നും ഹിന്ദുക്കളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഇവിടെ പ്രഖ്യാപിതരായിട്ടുള്ള ഞങ്ങൾ സമാധാനത്തിന്റെ അപ്പോസ്തലന്മാർ കാണിച്ചു കൂട്ടുന്ന അതൊക്കെ ഇവിടെ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹിന്ദുവും ഒരിക്കലും ഒരു ബ്രാഹ്മണനോ അതല്ലെങ്കിൽ മതജാതി ബേസിൽ തന്നെ ഇവിടെ ബ്രാഹ്മണൻ നായരോടോ നായർ ഈഴവനോടോ അതല്ലെങ്കിൽ ഈഴവൻ മറ്റവനോടോ കാണിക്കുന്ന ആ ദുഷ്ടത്തരത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല, അതിനെ വിമർശിക്കാതിരുന്നിട്ടില്ല. ഇവിടെ നവോത്ഥാനം കൊണ്ടുവന്ന നായകന്മാരുടെ പേരുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക, അവരെല്ലാം അതിനെതിരെ ശക്തമായി ശബ്ദിച്ചുകൊണ്ട് തന്നെയാണ്. അതല്ലാതെ മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ചവിട്ടി കയറി നിന്നുകൊണ്ട് ആദ്യം നീ നന്നാവ്, നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയാം, എന്റെ കണ്ണിലെ തടിക്കഷ്ണം എടുത്തു കളയാതെ എന്ന് ഒരു ഹിന്ദുവും ഒരു ഹിന്ദു നവോത്ഥാന നായകനും പറഞ്ഞിട്ടില്ല. ശ്രീനാരായണ ഗുരുവായാലും ചട്ടമ്പി സ്വാമികളായാലും വിവേകാനന്ദ സ്വാമികളായാലും അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പരമ്പരയിലുള്ള ഓരോ സ്വാമിജിമാരായാലും മഹത് വ്യക്തിത്വങ്ങളുമൊക്കെ അവരുടെ സാന്നിധ്യത്തെ, അവരുടെ ജനിച്ചു വളർന്ന സമുദായം അതല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തിലുള്ള ഇത്തരത്തിലുള്ള ബലഹീനതകളെ അതല്ലെങ്കിൽ മ്ലേച്ഛകരമായിട്ടുള്ള തീരുമാനങ്ങളെ ചിന്തകളെ അത് മാറ്റിമറിച്ചുകൊണ്ടാണ് അവർ നവോത്ഥാന നായകന്മാരായത്. അല്ലാതെ ഇവിടെ ഏകപക്ഷീയമായി ഒരു മതത്തെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ സുഖിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഒരു താനൊരു സേഫ് സോണിലാണെന്ന ചിന്ത ഉറപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ മറ്റുള്ളവർക്കെതിരെ കുരച്ചു ചാടുന്ന സിസ്റ്റം ഇവിടെ നടപ്പില്ല. അത് പച്ചയ്ക്ക് വിളിച്ചു പറയുക തന്നെ ചെയ്യും. അത് ഹിന്ദു നാമധാരിയായിട്ടും ആ ഏത് മതത്തിന്റെ പേരിൽ നിന്നുകൊണ്ടായാലും അവരെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ടീച്ചറുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇസ്ലാം മതസ്ഥരൻ അതല്ലെങ്കിൽ ആ ഇസ്ലാമിന്റെ ആ സിസ്റ്റം പൂർണ്ണമായിട്ടും പഠിച്ചത് കൊണ്ട് തന്നെ ടീച്ചർ ആ ഒരു ഖുറാൻ എന്ന് പറയുന്ന കിതാബിലുള്ളതും ഹദീസുകളിൽ എന്തെന്നുള്ളതും കൃത്യമായിട്ടും ടീച്ചർക്ക് അറിയുന്നത് കൊണ്ട് ടീച്ചർക്ക് അറിയുന്നത് ടീച്ചർ പച്ചയ്ക്ക് വിളിച്ചു പറയുന്നു, അറിയാത്തത് ടീച്ചർ വിളിച്ച് പറയാറില്ല. അപ്പോൾ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിലുള്ള നമ്മുടെ അറിവിനനുസരിച്ച് നമ്മൾ ഇനിയും പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും തന്നെ എന്ന് കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്റെ മാന്യ രണ്ട് സുഹൃത്തുക്കളോട് ക്ഷമാപണത്തോടു കൂടി ഈ വിഷയം ചെയ്യേണ്ട എന്ന് നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്നെ ചെയ്യിച്ചത് ഈ പറയുന്ന സമാധാനക്കാർ തന്നെയാണെന്ന് കൂട്ടിച്ചേർക്കട്ടെ. ടീച്ചറെ കൂടുതൽ ചൊറിഞ്ഞോളൂ. ഇവിടെ രണ്ടു കുഞ്ഞുങ്ങളുടെ ചിത്രം വല്ലാതെ മനസ്സിനെ പിടിച്ചൊലച്ചു. വളരെ നല്ല രണ്ട് പൈതലുകൾ, പിഞ്ചോമന മക്കള് ഇന്നലെ ജമ്മു കാശ്മീരിലെ രജൌറി എന്ന് പറയുന്ന ജില്ലയില് മുസ്ലിം തീവ്രവാദികൾ കൊന്നുകളഞ്ഞതാണ്. ആ കുഞ്ഞുങ്ങളുടെ പേര്, രണ്ട് സഹോദരങ്ങളാണ്. സാൻവി ശർമ്മ എന്ന 6 വയസ്സുകാരി, വിഹാൻ കുമാർ ശർമ്മ എന്ന 4 വയസ്സുകാരൻ. ഈ രണ്ട് കുട്ടികളെയും ഇസ്ലാം മത തീവ്രവാദികൾ ഇവർക്ക് നേരെ നിറയൊഴിച്ചു, വെടിവെച്ചു കൊന്നു ഈ മക്കളെ. നമ്മുടെ നാട്ടിലെ എത്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ ഈ വാർത്ത ഇന്നുണ്ടായിരുന്നു കണ്ടോ? ഏതെങ്കിലും ദൃശ്യശ്രവണ മാധ്യമങ്ങൾ അർഹിക്കുന്ന പരിഗണനയോടെ ഈ വാർത്ത ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. എല്ലാ പത്രങ്ങളും ഞാൻ നോക്കി. ഈ ക്രൂരതയ്ക്കെതിരെ എത്ര ആളുകൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ നടത്തി, എത്ര പേര് ഹാഷ്ടാഗുകൾ ഇട്ടു, എത്ര പേര് ഈ കുഞ്ഞുങ്ങളുടെ ടാഗ് പ്രൊഫൈൽ പിക്ചർ ആക്കി വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ. ഇതെന്റെ മക്കളാണ് എന്ന് എത്ര പേര് പറഞ്ഞു, ഇതെന്റെ അനുജനാണ്, എന്റെ അനിയത്തിയാണ് എന്ന് എത്ര പേര് പറഞ്ഞു.
അവർക്ക് നീതി വേണമെന്ന് എത്ര ആളുകളാണ് പറഞ്ഞത്? കേരളത്തിലെ സാംസ്കാരിക നായകരിൽ എത്ര പേര് ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്? അവരെത്ര പേര് ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് സമാധാനം കിട്ടട്ടെ, ക്ഷമിക്കാൻ സാധിക്കട്ടെ എന്ന് അവരുടെ ആ വേദനയിൽ പങ്കുചേർന്നിട്ടുണ്ട്? ഇത്ര ക്രൂരമാണോ നമ്മുടെ രാജ്യം? ഇത്രയ്ക്ക് വിവേകത്തോടു കൂടിയാണോ അവർ ഇസ്ലാം മത വികാരത്തെ കാണുന്നത്? കാരണം കാശ്മീരിലെ ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദികളായ തീവ്രവാദികളെ കുറ്റപ്പെടുത്തിയാൽ ഇവിടെ എന്ത് നടക്കുമെന്ന് ഈ തത്വജ്ഞാനികൾക്ക് അറിയാം, ഈ മാധ്യമ മേലാളന്മാർക്കറിയാം. മാധ്യമ മാഫിയകൾ അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം അവരുടെ രാഷ്ട്രീയത്തിൽപ്പെട്ടതല്ല. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മതപുരോഹിതന്മാരും മനുഷ്യാവകാശ സംഘടനകളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഈ വിഷയത്തിൽ അർഹിക്കുന്ന മൗനത്തോടുകൂടി നിലനിന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കാശ്മീരിലെ ഭീകരവാദികളായതുകൊണ്ട്. കാശ്മീരിലെ ഭീകരവാദം കാശ്മീരിൽ മാത്രം അവസാനിക്കാത്തതുകൊണ്ട്, അതിന്റെ വേരുകൾ എത്തി നിൽക്കുന്ന കേരളത്തിന്റെ പ്രകമ്പനം എന്താണ് എന്ന് അറിയുന്നത് കൊണ്ട്, നമ്മുടെ രാജ്യത്തെ ഈ കൊച്ചു കേരളക്കരയിലെ എത്ര സാംസ്കാരിക നാറികൾ എന്റെ വിഹാൻ അതല്ലെങ്കിൽ ഷേവ് സാൻവി എന്ന് പറഞ്ഞ് എത്ര പേരാണ് നിലവിളിച്ചത്? എത്ര വലിയ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന, ഹൃദയം തകരുന്ന ഒരു ക്രൂരകൃത്യം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ട് പോലും രാപ്പകൽ രാജ്യവിരുദ്ധത മാത്രം കൈമുതലാക്കി കൊണ്ടു നടക്കുന്ന കേരളത്തിന്റെ മതേതരത്വം എന്തേ മിണ്ടാത്തത്? മാധ്യമ സിംഹങ്ങളൊന്നും അലമുറയിട്ടില്ലല്ലോ, അടുപ്പുകൂട്ടി ചർച്ച ചെയ്തില്ലല്ലോ. സാംസ്കാരിക നായകനും ആരും മിണ്ടിയില്ല. അതേപോലും ഒരു സുറാബി ഖാത്തൂൺ എന്ന പെണ്ണ് ഉമ്മറത്തൂടെ കിലോ കണക്കിന് സ്വർണം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ മുഴുവനും ആ വാർത്ത ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ തന്നെ തലക്കെട്ടായിട്ട് കൊടുത്തു. കാരണം എന്താ? സുരഭി ഖാത്തൂൺ എന്ന് കൊടുക്കാമല്ലോ. അപ്പോ ഹിന്ദു നാമങ്ങൾ ഇരകളായി വന്നാൽ എവിടെയാണ് ജ്വലിപ്പിക്കേണ്ടത് എന്നിവർക്കറിയാം, എവിടെയാണ് നമ്മൾ മൗനികളാകേണ്ടത് എന്നിവർക്കറിയാം. എന്തുകൊണ്ടാണ് സാൻവി എന്ന കുഞ്ഞു പൈതലിനും വിഹാൻ എന്ന അതിനേക്കാൾ ചെറിയ പൈതലിനും ഇവരാരും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത് എന്ന് നമുക്കറിയാം. മലയാള മാധ്യമങ്ങളിൽ ഈ വാർത്തകളില്ല. എത്ര ചാനലുകളിലുണ്ട് ഈ വാർത്ത? ഒരു പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ നാമമാത്രമായിട്ട് കൊടുക്കുമായിരിക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ മാധ്യമങ്ങൾക്കും ഒരു രാഷ്ട്രീയമുണ്ട്, അവർക്കൊരു മതമുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യത്തില് പറയേണ്ടുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി സത്യം സത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിൽ ഒരു മാധ്യമ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ ചാനലെങ്കിലും ജനങ്ങൾ അവരെ വിശ്വസിക്കണം. കാരണം ആരും ചർച്ച ചെയ്യാത്ത വാർത്തകൾ, ആരും കൊടുക്കാൻ മടിക്കുന്ന, ഭയക്കുന്ന, കോൺസിക്വൻസസ് ഉണ്ടാകുന്ന രൂപത്തിലുള്ള വാർത്തകൾ ജനങ്ങൾക്ക് സത്യസന്ധമായി ഒന്ന് അറിയാൻ ഒരിടം വേണ്ടേ? ആരെയും ഭയക്കാതെ വാർത്തകൾ പ്രചരിപ്പിക്കാൻ. കാരണം നമ്മൾ ഇന്ന് സത്യസന്ധമായ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ മാധ്യമങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഓൺലൈൻ മാധ്യമങ്ങളെയും മുസ്ലിം തീവ്രവാദികൾ വിലക്കെടുക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ജമ്മു കാശ്മീരിലെ രജൌരി എന്ന് പറയുന്ന ജില്ലയില് ദാംഗ്രി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ഞായറാഴ്ച രാത്രി 7 മണിക്ക് ഈ സംഭവം ഉണ്ടാകുന്നത്. 4 പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. എന്നാണ് പെരുന്നാള്? തിങ്കളാഴ്ച. എന്നാണ് ഈ സംഭവം നടക്കുന്നത്? ഞായറാഴ്ച. അപ്പോ കുറച്ച് ഹിന്ദുക്കളെ ബലി കൊടുക്കാമെന്ന് ഇവര് വിചാരിച്ചു. ഞായറാഴ്ച എന്ന് ഹിന്ദുക്കളെ ബലി കൊടുക്കാം, ചൊവ്വാഴ്ച എന്ന് മൃഗങ്ങളെ ബലി കൊടുക്കാം. നമ്മൾ ആരും ഇത് പ്രതികരിക്കില്ല. കാരണം കാശ്മീര് ഇത്തരം തീവ്രവാദത്തിന്റെ ഭാഗമായ മുസ്ലിം തീവ്രവാദികൾ ഹിന്ദുക്കളായ ആളുകളോട് കാണിക്കുന്ന വേട്ടകൾക്കെതിരെ പ്രതികരിക്കാൻ പോയാൽ ഇവരുടെ മതേതര മുഖച്ഛായ ഉണ്ടല്ലോ 916ന്റെ മാറ്റ് കുറഞ്ഞു പോകും.
ഇവിടെ തീവ്രവാദത്തിനെതിരെ, തീവ്രവാദ സംഘടനകൾക്കെതിരെ, രാജ്യവിരുദ്ധമായ സമീപനങ്ങൾക്കെതിരെ ആരും മിണ്ടില്ല. ആരെങ്കിലും മിണ്ടിപ്പോയാലോ അവർക്ക് ചാപ്പ കുത്തപ്പെടും. കാശ്മീരില് ഭാരതത്തിന്റെ 10,000-കണക്കിന് പൗരന്മാരും സൈനികരുമാണ് ഈ തീവ്രവാദ സംഘടനകളാൽ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷം രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സാംസ്കാരിക മത നേതാക്കളും ഇതിനെതിരെ ശബ്ദിക്കാറില്ല. ഈ രാജ്യവിരുദ്ധ പ്രവർത്തകരായ ഈ തീവ്രവാദികളെ ചെറുക്കുന്നതിന് വേണ്ടി ഒരുപാട് സൈനികരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നു. രാജ്യത്തിന്റെ വലിയ ഒരു വിഭാഗം പണമാണ് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഒരാളും സംസാരിക്കാത്തത്? ഇവിടുത്തെ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദമാണോ? ഇസ്ലാം എന്ന മതമാണോ? അതോ അവരുടെ വികാരം പെട്ടെന്ന് വ്രണപ്പെടും എന്നുള്ളതാണ്? ഇതിനെല്ലാത്തിനും മേലെ ഇവരുടെ മതേതര മുഖച്ഛായ തകർന്നു പോകും. ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ, ഇസ്ലാമിക തീവ്രവാദത്തെ എതിർത്താൽ, ഇവർ ഇതുവരെ നേടിക്കൊണ്ടുവന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും ഇനി നടക്കാതെ വരും. അതുകൊണ്ട് ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചത് വർഗീയതയാകുമല്ലോ. ഇസ്ലാം മത തീവ്രവാദികൾക്കെതിരെ മിണ്ടിയാൽ അത് 153A വകുപ്പ് പ്രകാരം അവർക്കെതിരെ ശിക്ഷയ്ക്ക് ജാമ്യമില്ലാത്ത വകുപ്പിനൊക്കെ ആക്കം കൂട്ടുന്നതാണല്ലോ. അപ്പൊ ഞാൻ എന്റെ മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ പോലും 153A നേരിട്ട ആളാണ് ഞാൻ. ഒന്നുമല്ല, സിദ്ധാർത്ഥന്റെ വധവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നോക്കുമ്പോൾ അത് എല്ലാ മാധ്യമങ്ങളും അതേ വാചകം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്, അതേ പദപ്രയോഗം തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാനത് പറഞ്ഞപ്പോൾ ചില കുരുക്കൾ പൊട്ടി. അതെ, ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ സംസാരിച്ചാൽ അത് കലാപാഹ്വാനമാണ്, രാജ്യവിരുദ്ധതയാണ്, മതസ്പർദ്ധയായി പോകും. മതവികാരം വ്രണപ്പെടുത്തിയതിന്റെ പേരിൽ നമ്മൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അത് അപരാധമാണ് ഈ കേരളക്കരയിൽ. ഈ രാജ്യത്തിന് അത് അപമാനമായി പോകും. വേണമെങ്കിൽ പിണറായി വിജയൻ വരെ നെഞ്ചിലിടിച്ച് നിലവിളിച്ചു പോകും, മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അതുമല്ലെങ്കിൽ ആ പ്രതികരിക്കുന്ന ആളുകൾ മാനസിക വൈകല്യമുള്ള ആളുകളാണ് എന്നതിന് മുദ്ര കുത്തപ്പെടും. ഇതിനെല്ലാത്തിനും പുറമെ അവർ ചാണക സംഖ്യകളാണെന്നും അമിത്ഷായുടെ കയ്യിൽ നിന്നും നരേന്ദ്രമോദിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടാണ് അവർ ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കുന്നത് എന്നും പറയും. ഇസ്ലാം മത തീവ്രവാദത്തിന് നമ്മുടെ പദപ്രയോഗമാണ്. ഇസ്ലാം മത വിശ്വാസികളെ നിരന്തരം ഇവരിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുവാണ് എന്ന് പറഞ്ഞ് നമുക്കിനി ഇല്ലാത്ത വകുപ്പുകൾ ഉണ്ടാകില്ല, കേസില്ലാത്ത ജില്ലകളോ സ്റ്റേഷനുകളോ ഉണ്ടാകില്ല. അതുകൊണ്ട് തൽക്കാലം പ്രതികരിക്കാതിരിക്കാമെന്ന് ഇവരങ്ങ് തീരുമാനിക്കും. ISIS ആണെങ്കിലും, പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും, അൽ ഖ്വയ്ദ ആണെങ്കിലും, ബൊക്കോ ഹറാം ആണെങ്കിലും, ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിലും, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടുന്നത് ഈ രാജ്യത്തിന്റെ സമാധാനവും ലോക മനുഷ്യന്റെ സമാധാനവുമാണ് തകർക്കുന്നത് എന്ന് ഒരുപക്ഷെ ഇസ്രയേൽ തിരിച്ചറിഞ്ഞതുപോലെ, ഫ്രാൻസ് തിരിച്ചറിഞ്ഞതുപോലെ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ത്യ ഇനിയും തിരിച്ചറിഞ്ഞാൽ പോലും പലപ്പോഴും ഫ്രാൻസും ഇസ്രായേലും ഒക്കെ പ്രതികരിക്കുന്ന അതേ രൂപത്തിൽ അവർക്ക് പ്രതികരിക്കാൻ സാധിച്ചെന്നു വരില്ല. കാരണം ആഗോള തീവ്രവാദം അത്രമേൽ ഈ രാജ്യത്തെ വരിഞ്ഞു മുറുക്കി കഴിഞ്ഞു. ഈ തീവ്രവാദത്തിനെതിരെ ഒരക്ഷരം പോലും മിണ്ടാൻ സാധിക്കാതെ നമ്മൾ മൗനികളാകേണ്ടി വരും. അങ്ങനെ മൗനികളാകാൻ തയ്യാറല്ല എന്ന് പറയുന്നതിന്റെ പേരിലാണ് നമ്മൾ ഈ വിഷയം വീണ്ടും 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 ജനങ്ങളിലേക്ക് എത്തിച്ച് ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ, നമുക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട്. ഈ രാജ്യത്തിന്റെ ബഹുസ്വര തകരാതെ, ബഹുസ്വരത അങ്ങനെ തന്നെ നിലനിൽക്കണമെങ്കിൽ ആരെങ്കിലും മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഒന്ന് സംസാരിച്ചെങ്കിലേ മതിയാകൂ എന്നതുകൊണ്ടാണ് നമുക്ക് ഈ വിഷയം വീണ്ടും വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത്. നൈജീരിയയില് ബൊക്കോ ഹറാം, ഫുലാനി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ ടീച്ചർ കേൾക്കുന്നുണ്ട് എങ്കിൽ കണ്ടിന്യൂ ചെയ്യുക.
ഏതായാലും ടീച്ചറുടെ നെറ്റ് കണക്ഷനിൽ എന്തോ പ്രോബ്ലം വന്നിരിക്കുന്നു എന്ന്. ഓക്കെ, എന്തായാലും ടീച്ചറുടെ നെറ്റ് കണക്ഷനിൽ വന്ന പ്രശ്നമാണ്. അപ്പൊ ടീച്ചർ വീണ്ടും റീ എൻറ്റർ ചെയ്യുമെന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾക്കറിയാം, ഇന്നിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള മതേതരത്വം, അതല്ലെങ്കിൽ ഇവിടെ മറ്റ് ചാഞ്ഞു നടക്കുന്ന കമ്മ്യൂണിറ്റിക്കെതിരെ നടക്കുന്ന ആ ഒരു വൃത്തികേട് തന്നെയാണ് നമ്മുടെ ചൊറിയാതെ വയ്യിലെ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളമാണ് ഇനിയും കൂടുതൽ വിഷയങ്ങൾ വരേണ്ടതെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് കണ്ണു തുറന്ന് കേൾക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഒരുപാട്. ഇനിയും നമ്മൾ നിശബ്ദത പാലിക്കേണ്ടതുണ്ടോ എന്ന് പോലും കൂട്ടിച്ചേർത്ത് സംസാരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. നമ്മുടെ നിശബ്ദതയ്ക്ക് ഒരുപാട് കീഴടങ്ങലിന്റെ അർത്ഥ മൂല്യ തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് കീഴടങ്ങലല്ല നമ്മുടെ ലക്ഷ്യം, പോരാട്ടം തന്നെയാണ്. എന്നാലും ടീച്ചർ തുടർന്നോളൂ. അപ്പൊ നമ്മള് ആരും, ക്ഷമിക്കണം എനിക്ക് കറണ്ട് പോയതാണ്, അപ്പൊ ആരും സംസാരിക്കാത്ത വിഷയങ്ങളിൽ നമ്മൾ സംസാരിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ മതമേലാളന്മാര് കാണിച്ചു കൂട്ടുന്ന രാജ്യവിരുദ്ധതയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ രാജ്യദ്രോഹികളും സംഘികളുമായിട്ടാണ് മാറുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത്തരം വസ്തുതകൾ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ? ഇപ്പോ നൈജീരിയയില്, അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ബൊക്കോ ഹറാം ഫുലാനി എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയുടെ വെടിയേറ്റ് മരിച്ചു വീണ 10 ലക്ഷം ക്രൈസ്തവരെ പോലെ നിശബ്ദമായി മരിച്ചു വീഴുന്നതാണ് നല്ലത് എന്ന് ഈ കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവനും പറഞ്ഞാൽ പോലും നമുക്ക് അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം പ്രതികരിക്കാൻ സാധിക്കുന്ന അനേകായിരം സന്ദർഭങ്ങളിൽ അവർ മുസ്ലിം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതല്ലെങ്കിൽ അവർ നിശബ്ദരായി നിന്ന് അവരോടൊപ്പം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നാളെ ഒരു 1921 ഇവിടെ ആരംഭിച്ചാൽ, ഒന്നുകൂടി ആവർത്തിച്ചാൽ നമ്മൾ അങ്ങ് മരിക്കാൻ, കൊല്ലപ്പെടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല ഹിന്ദുക്കളെ സംബന്ധിച്ച്. കാരണം അവര് പറയുന്നത് മുസ്ലിങ്ങൾ അങ്ങനത്തെ പ്രശ്നക്കാരല്ല. അവര് ചെയ്യുന്ന വിശുദ്ധ യുദ്ധം എന്താണെന്നും ഖുർആനിൽ എന്താണ് അത്തരം വിശുദ്ധ യുദ്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നും കൃത്യമായി ഖുർആൻ ഇൻഡെക്സ് അടക്കം തുറന്നു പറയുമ്പോൾ ഞാൻ ഒരു വർഗീയവാദിയായിട്ടാണ് മാറുന്നതെങ്കിൽ അങ്ങനെ വർഗീയവാദിയായിട്ട് നിലനിൽക്കാൻ തന്നെയാണ് താല്പര്യം. ഇനി നമ്മുടെ നാട്ടിലെ മതമേലാളന്മാര് കാണിക്കുന്ന ഇത്തരം തീവ്രവാദ പ്രചാരണങ്ങളിൽ മിണ്ടാതിരിക്കുമ്പോൾ, ഇത്തരം തീവ്രവാദ പ്രചരണങ്ങളിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു നിഷ്കളങ്കരായി പോയെന്നും പ്രതികരിക്കാതിരുന്നത് കൊണ്ട് മുസ്ലിങ്ങളുടെ ഒന്നും നമുക്ക് വെറുപ്പ് കിട്ടിയില്ല, അവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെ പിന്തുടരും, അവരുടെ ഐക്യദാർഢ്യം, അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഒരു മതേതരന്മാരാകും എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കളെ, ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന് ഞാൻ പറയുന്നില്ല. ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്നപ്പോൾ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ആരോടൊപ്പമാണ് നിന്നത് എന്ന് ചിന്തിച്ചാൽ മതി. ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രാജ്യ താല്പര്യത്തിന് പോലും വിരുദ്ധമായി പല രാജ്യങ്ങളും ഭീകരവാദിയാണ് എന്ന് പ്രഖ്യാപിച്ച ഖാലിദ് മിഷേലിനെ ഈ മലബാറിന്റെ മണ്ണിൽ ഒരു വിർച്വൽ മീറ്റിംഗിന് സ്റ്റേജ് കൊടുത്ത ആളുകളാണ് ഈ കേരളത്തിലെ ഹമാസ് ഭീകരരെന്ന് ചിന്തിക്കണം. ഈ തീവ്രവാദ സംഘടനകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ സംഘടനകളുണ്ടല്ലോ, ഇത്തരം ഹിന്ദു ക്രിസ്ത്യൻ ആളുകളുണ്ടല്ലോ, നപുംസകങ്ങൾ എന്ന പദം ഞാൻ പ്രയോഗിക്കുന്നില്ല, കാരണം ഞാൻ അവരെ ബഹുമാനിക്കുന്നു. സാംസ്കാരിക നായകള് ഇവരാരും ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്തതിന് കാരണം ഇത്രയേ ഉള്ളൂ. വിടരും മുമ്പ് കൊഴിഞ്ഞ ആ പിഞ്ചു പൈതലുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ സാധിക്കാതെ അവരെ കൊന്ന ഈ കൃമികീടങ്ങളായ ദുഷ്ടജന്മങ്ങൾക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ സാധിക്കാതെ പോയത് നമ്മുടെ നാട്ടിലെ മതേതരന്മാരുടെ മനുഷ്യത്വം എവിടെ നിൽക്കുന്നു എന്ന് ചിന്തിക്കാൻ ഉതകുന്ന വസ്തുതയാണ്. നമ്മളൊന്ന് ചിന്തിക്കണം. കാശ്മീരിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ? അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കണ്ടേ? പക്ഷേ
അവർക്ക് നേരെ നിറയൊഴിക്കാൻ ആ പൈതലുകൾ ഇവരെ എന്ത് ചെയ്തു എന്ന് പറയും. ആ 6 വയസ്സുകാരിയായ ആ കുഞ്ഞുങ്ങള് 4 വയസ്സുകാരനായ പൈതലിന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ എന്താണ് അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നോ ഇസ്ലാം മുഴുവനും തീവ്രവാദമാണെന്നോ ആരും പറയുന്നില്ല. പക്ഷേ മുസ്ലിങ്ങൾ അതിന്റെ ഇരകളാക്കപ്പെടുകയാണ്. തീവ്രവാദികളെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഇത്തരം ഭീകര പ്രവർത്തനങ്ങളെയും കൊലപാതകങ്ങൾക്കുമെതിരെ കണ്ണടച്ച് നിശബ്ദമായി ഇരിക്കുമ്പോൾ ആ തീവ്രവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് മറക്കരുത്. പോപ്പുലർ ഫ്രണ്ടിനെ ഈ കേരളക്കര അനുകൂലിക്കുന്നു എന്ന് പറയാൻ കാരണം ജോസഫ് മാഷിന്റെ കയ്യും കാലും എറിഞ്ഞ ആ ക്രൂരതയെ മനുഷ്യത്വരഹിതമാണ് എന്ന് പറയാൻ ഇവിടെയുള്ള മതമേലാളന്മാർക്ക് സാധിക്കാതെ പോയി. അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ പോപ്പുലർ ഫ്രണ്ടുകാര് ചെയ്തത് മത നിയമമായിരുന്നു, ഖുർആനിക നിയമമായിരുന്നു. അതുകൊണ്ട് ഈ കേരളത്തിലെ സാംസ്കാരിക നാറികൾ എന്ന് പറയുന്ന ചില തത്വചിന്തകരും അന്തിച്ചർച്ചാ തൊഴിലാളികളും ഉണ്ടല്ലോ, അവർ ഈ തീവ്രവാദികളുടെ മൂട് താങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോഴെങ്കിലും തിരിച്ചറിയണം, ചില ആളുകളെങ്കിലും ഈ വസ്തുതകൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ. ഇസ്ലാമിക തീവ്രവാദം കാശ്മീരിനെ വരിഞ്ഞു മുറുക്കിയതിന് പിന്നിൽ നമുക്കറിയാം എന്താണ് ലക്ഷ്യമെന്ന്. അവരുടെ പാകിസ്ഥാൻ പ്രേമവും ഇന്ത്യ വിരുദ്ധതയും നല്ല തോതിൽ അനുഭവിച്ചറിഞ്ഞ നാടാണ് നമ്മുടെ നാട്. 1989 അവസാനിപ്പിച്ച ഒരു സിനിമ, അതിന്റെ പ്രദർശനമാണ് കഴിഞ്ഞ വർഷം സെപ്റ്റംബറില് പിന്നെയും തുറന്നത്. അതിനു മുമ്പ് പത്താൻ നമ്മൾ കണ്ടതാണ്. ഒരു സിനിമ പോലും ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പരാമർശമുണ്ടെങ്കിൽ തിയേറ്ററുകൾ കാണാതെ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇസ്ലാം മത തീവ്രവാദം എത്രമാത്രം വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. പലസ്തീൻ ഐക്യദാർഢ്യവുമായി ഒരു വിഭാഗം സിനിമക്കാർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുമ്പോൾ ഒക്ടോബർ 7-ാം തീയതി ഹമാസ്, മുസ്ലിം തീവ്രവാദികൾ, ഭീകരർ ഇസ്രായേലിൽ കയറി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 1400ഓളം നിരപരാധികളായ നിരായുധരായ നിസ്സഹായരായ പിഞ്ചു കുഞ്ഞുങ്ങളെയും വൃദ്ധരെയും ഗർഭിണികളെയും അടക്കം കൊന്നു തള്ളിയത്, അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് കഴുത്തറുത്തു കൊന്നത്, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായി പീഡിപ്പിക്കുകയും അത് വീഡിയോ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്ത സമയത്ത് ഈ സിനിമക്കാരെവിടെയായിരുന്നു? അവരുടെ കണ്ണുകൾ എവിടെയായിരുന്നു? അന്ന് റാഫയിലേക്ക് പോയിട്ടില്ലല്ലോ കണ്ണുകൾ. ഉക്രൈനിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ട സമയത്ത് ഇവരെ ആരെയും നമ്മൾ അവിടെയെങ്ങും കണ്ടില്ല. സുഡാനിലും നൈജീരിയയിലും ഈ മുസ്ലിം ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണത്തില്, ഇവരുടെ കൊലപാതകങ്ങളില്, ഇവരുടെ ഭീഷണികളില്, ഇവരുടെ ബലാത്സംഗങ്ങളില് ക്രിസ്ത്യൻ സ്ത്രീകളും കുഞ്ഞുങ്ങളും ദിവസവും എത്രയാണ് പീഡിപ്പിക്കപ്പെടുന്നതും കൊല്ലപ്പെട്ട് അടുക്കി കിടത്തുന്നതെന്നും ഇവര് കണ്ടോ? എന്തേ ഇവരുടെ മനുഷ്യത്വം അവിടെയൊന്നും ഇല്ലാത്തത്? ഇസ്ലാം മത തീവ്രവാദികളാകുന്ന ഐസിസ് ഭീകരർ ലക്ഷക്കണക്കിന് സാധാരണക്കാരെ കൂട്ടിയിട്ടപ്പോൾ യസീദി പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് അടിമകളാക്കി വെച്ചപ്പോൾ, ആ സമൂഹത്തെ വംശഹത്യ നടത്തിയപ്പോൾ എന്തേ ബാഗൊന്നും പൊങ്ങിയില്ലേ എടുത്തിട്ട്? അന്ന് കാൻ ഫെസ്റ്റിവൽ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇവരുടെ ഈ അവസരോചിതമായ സന്ദർഭോചിതമായ ഈ ഭീകരവാദികളോടുള്ള പ്രീണനമുണ്ടല്ലോ, ഇത് അപകടമാണ്. ഇവിടത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എത്രമാത്രം മുസ്ലിം ഭീകരതയോട് നിശബ്ദത പാലിക്കുന്നു, അതിനേക്കാൾ വലിയ ഭീകരതയാണ് ഇവരുടെ ഈ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഹമാസിന്റെ മുസ്ലിം തീവ്രവാദി ആക്രമണത്തില് 2 മലയാളികൾ കൊല്ലപ്പെട്ടിട്ട് ഒരു പിന്തുണ പോലും പ്രഖ്യാപിക്കാൻ, അവർക്കൊരു ആദരാഞ്ജലികൾ പോലും അർപ്പിക്കാൻ സാധിക്കാത്ത ഈ സാംസ്കാരിക നാറികളാണോ കേരളത്തിൽ എന്തോ തേങ്ങാക്കൊല ഉണ്ടാക്കാൻ പോകുന്നത്? സൗദി ആക്രമണത്തില് യമനിലെ 100 കണക്കിന് കുട്ടികളും ലക്ഷക്കണക്കിന് സ്ത്രീകളും കൊല്ലപ്പെട്ടപ്പോൾ, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ, നെഞ്ചിലേക്ക് നിറയൊഴിക്കപ്പെട്ടപ്പോൾ
ഈ സിനിമക്കാർക്ക് ഞെട്ടലും മനുഷ്യാവകാശവും ഒരു കോപ്പും നമ്മൾ എങ്ങും കണ്ടില്ലല്ലോ. ഇതിന്റെയൊക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ. എതിർഭാഗത്ത് വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ, മുസ്ലിം ഭീകരരാണെങ്കിൽ അവരുടെ തീവ്രവാദത്തെ അനുനയിപ്പിക്കുക, മിണ്ടാതിരിക്കുക, അവരങ്ങ് വളർന്നോളൂ. വായിൽ തൽക്കാലം ഒന്നും കണ്ടില്ലെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാം, കുഴപ്പമില്ല. കാരണം ആ മിണ്ടാതിരിക്കുന്ന മൗനത്തിന് ഇവർക്ക് കിട്ടുന്ന എല്ലിൻ കഷ്ണങ്ങൾ ഉണ്ടല്ലോ, ആ എച്ചില് മതിയാകും ഇവർക്ക്. ഈ ഭീകരാക്രമണത്തിന്റെ തിരിച്ചടി എന്തായാലും കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം ബലിപ്പെരുന്നാൾ, ബലിപ്പെരുന്നാൾ കഴിഞ്ഞ ദിവസത്തിൽ നമുക്ക് ചൊറിയാതെ വയ്യയിൽ കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയില്ല. അതിനെ കൂടെ കവർ ചെയ്തുകൊണ്ട് കൃത്യമായിട്ടും ഇന്ന് നമ്മൾക്ക് ചൊറിയാതെ വയ്യയിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയെന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഇതുപോലെ മാധ്യമങ്ങൾ ഭയക്കുന്ന, അതല്ലെങ്കിൽ കുട്ടിക്കൊടുപ്പ് ചാനലുകാർ ഭയക്കുന്ന, മറക്കുന്ന, കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വാർത്തകളും വിവരങ്ങളും തന്നെ നമ്മൾ ചൊറിയാതെ വയ്യയിൽ വീണ്ടും കൊണ്ടുവരുമെന്നുള്ള ആ ഒരു വാഗ്ദാനത്തോടെ തന്നെ ഇന്നത്തെ ഈ ഒരു ശുഭരാത്രിയിൽ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ ടീച്ചറുടെ പെർമിഷനോട് കൂടിയിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എന്തായാലും വീണ്ടും സന്ധിക്കും വരെ, നാളെ അതല്ലെങ്കിൽ നാളെ അടുത്ത ഒരു എപ്പിസോഡ് വരെ വീണ്ടും വണക്കം, നന്ദി, നമസ്കാരം, വീണ്ടും ഗുഡ് നൈറ്റ്.